നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കൂടാതെ ദൈവനായിട്ട് നാം കൂടിയിരിക്കുകയാണ്. ദൈവം ഇത്രയും അനുകൂല സാഹചര്യങ്ങൾ നമ്മുടെ ഈ സംസ്ഥാനത്ത് നൽകിയിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് ശ്രദ്ധിക്കാം. വളരെ ലളിതമായ ചില ആശയങ്ങൾ നിങ്ങളുടെ മുമ്പാകെ വെക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അതിന് അടിസ്ഥാനമായിട്ട് രണ്ട് വേദഭാഗങ്ങൾ വായിച്ച് കേൾപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. എഫേസ്യർക്ക് എഴുതിയ ലേഖനം അതിൻ്റെ 5-ാം അധ്യായത്തിലെ 15 മുതൽ 20 വരെയുള്ള എഫേസ്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായത്തിലെ 15 മുതൽ 20 വരെയുള്ള വാക്യം. സൂക്ഷ്മത്തോടെ അജ്ഞാനികളായിട്ടില്ല, ജ്ഞാനികളായിട്ടത്രേ നടത്താൻ നോക്കുകയില്ല. ഇത് ദുഷ്കാലമാക്കിയാൽ സമയം തത്വത്തിൽ ഉപയോഗിച്ചു കൊള്ളുന്നു. ബുദ്ധിഹീനരാകാതെ കർത്താവിന്റെ ഇഷ്ടം ഇന്നതെന്ന് സ്നേഹിച്ചു കൊള്ളുന്നു. വീഞ്ഞു കുടിച്ച് ഭക്തരാകരുത്, അതിനാൽ ദുർനടപ്പുണ്ടാകുമല്ലോ. ആത്മാവ് നിറഞ്ഞവരായി സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും തമ്മിൽ സംസാരിച്ചു നിങ്ങളുടെ ഹൃദയത്തിൽ കർത്താവിന് പാടി കീർത്തനം ചെയ്തു നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ദൈവവും പിതാവുമായവരെ എല്ലായ്പ്പോഴും എല്ലാറ്റിനു വേണ്ടിയും സ്തോത്രം ചെയ്തുകൊണ്ടിരുന്നു. അതുപോലെ സമാനമായ വേദഭാഗമാണ് 3-ാം അധ്യായത്തിലെ 15 മുതൽ 17 വരെയുള്ള നിങ്ങളുടെ ഹൃദയങ്ങളിൽ വാഴട്ടെ. അതിനല്ലോ നിങ്ങൾ ഏകശരീരമായി വിളിക്കപ്പെട്ടിരിക്കുന്നത്. നന്ദിയുള്ളവരായി ഇരിക്കും. സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും തമ്മിൽ പഠിപ്പിച്ചും ബുദ്ധിപദേശിച്ചും നന്ദിയോടെ നിങ്ങളുടെ ഹൃദയങ്ങളിൽ ദൈവത്തിന് പാടുകയും ഇങ്ങനെ ക്രിസ്തുവിന്റെ വചനം ഐശ്വര്യമായി സകല ജ്ഞാനത്തോടും കൂടി നിങ്ങളിൽ വസിക്കട്ടെ. വാക്കിനാലോ ക്രിയയാലോ എന്തു ചെയ്താലും സകലവും കർത്താവായ യേശുവിന്റെ നാമത്തിൽ ചെയ്തു അവർ മുഖാന്തരം പിതാവായ ദൈവത്തെ സ്തോത്രം പറഞ്ഞുകൊണ്ടിരിക്കും. വളരെ പരിചിതമായ വേദഭാഗങ്ങളാണ് ഇതൊക്കെ. നാം പലപ്പോഴും വായിക്കുകയും ധ്യാനിക്കുകയും കാര്യങ്ങൾ മനസ്സിലാക്കുകയും പുസ്തകങ്ങൾ കേൾക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള വേദഭാഗമാണ്. എന്നാൽ ഈ ദിവസങ്ങളിൽ ഇതേയും ഈ വേദഭാഗം ധ്യാനിക്കാനായിട്ട് ധ്യാനപ്പെടുന്ന ഞാൻ വിജയിച്ചതായ ചില ചിന്തകൾ നിങ്ങളുമായിട്ട് ഞാൻ പങ്കുവയ്ക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. ലേഖനം 5-ാം അധ്യായത്തിലെ നാം വായിച്ച വേദഭാഗത്ത് 15-ാം വാക്യം ആരംഭിക്കുന്നത് ആകയാൽ സൂക്ഷ്മത്തോടെ അജ്ഞാനികളായിട്ടല്ല ജ്ഞാനികളായിട്ടത്ര നടപ്പാൻ അല്ലെങ്കിൽ ജീവിക്കാനായിട്ട്. ലേഖനം നമുക്കറിയാം സമാന ലേഖനങ്ങളാണ്. ഒരേ ആശയങ്ങൾ തന്നെ പല രീതിയിൽ വ്യത്യസ്തമായ രീതിയിൽ പറഞ്ഞിട്ടുണ്ടെന്നുള്ളൂ. ലേഖനത്തെ അല്പം സംക്ഷിപ്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് എന്ന് നമുക്കറിയാം. ലേഖനത്തെ അല്പം വിശദീകരിച്ച് ആ ഭാഗങ്ങളൊക്കെ പൗലോസ് ദൈവാത്മാവിനാൽ പ്രേരിതരായിട്ട് എഴുതിയിട്ടുള്ളതാണ്. എന്നാൽ ഇവിടെ പറയുന്ന കാര്യങ്ങൾ ഈ പാരഗ്രാഫ് ആരംഭിക്കുന്നത് നാം കാണുന്നു ആകയാൽ എന്ന് പറഞ്ഞതിന് മുമ്പുള്ള വാക്യത്തോട് ബന്ധപ്പെട്ടാണ് നാം വായിക്കുന്നത്. അവിടെ ഓർക്കുന്നവനാണ് മനുഷ്യരുടെ എഴുതേൽക്കാൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വീട്ടിന്റെ പ്രവൃത്തികളും കൂട്ടാളികളാകരുത് എന്നൊക്കെ പറഞ്ഞതിന് ശേഷമാണ് പറയുന്നത് ആകയാൽ സൂക്ഷ്മത്തോടെ അജ്ഞാനികളായിട്ടല്ല, അല്ലെങ്കിൽ മറ്റൊരു തർക്കമായ ഭോഷന്മാരായിട്ടല്ല, ബുദ്ധിഹീനരായിട്ടല്ല, ജ്ഞാനികളായിട്ട് നടപ്പാൻ. എന്ന് പറഞ്ഞാൽ സമയത്തിനെ കുറിച്ചും നാം ജീവിക്കുന്ന കാലയളവിനെ കുറിച്ചും നമുക്ക് ലഭിച്ചിട്ടുള്ള ആയുസിന്റെ ദൈർഘ്യവും അതിന്റെ സാഹചര്യവും ഒക്കെ അനുസരിച്ച് വളരെ സൂക്ഷ്മതയോടുകൂടി നാം ജീവിക്കുവാനായിട്ടുള്ള ഒരു ആഹ്വാനമാണ് ദൈവത്തിന്റെ ആത്മാവ് നമ്മൾ. നാം 90-ാം സങ്കീർത്തനം വായിക്കുമ്പോൾ അവിടെ വാക്യം അതുപോലെ നമ്മൾ ശുശ്രൂഷകളോടും അതോട് ബന്ധപ്പെട്ട സാഹചര്യങ്ങളൊക്കെയാണല്ലോ 90-ാം സങ്കീർത്തനം വായിക്കും. അവിടെ സങ്കീർത്തനക്കാരൻ മോശെ പറയുന്ന ഒരു വാചകം ഞങ്ങളുടെ നാളുകളെ എഴുതുവാൻ തക്കവണ്ണം ജ്ഞാനമുള്ള ഒരു ഹൃദയം പ്രാപിക്കുവാൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ വാചകം അങ്ങനെ തുടങ്ങുന്നത്. എന്ന് പറഞ്ഞാൽ ജ്ഞാനമുള്ള ഹൃദയമാണ് ദൈവവചനം ഉദ്ദേശിക്കുന്നത്. നാം ജീവിക്കുന്ന കാലഘട്ടത്തിൽ നമുക്ക് ലഭിച്ചിട്ടുള്ള ചെറിയ ആയുസ് എത്രത്തോളം സൂക്ഷ്മതയോടുകൂടെ നാം ഉപയോഗിക്കുന്നത്. പലപ്പോഴും ഇന്ന് ലോകത്തില് നമുക്കറിയാം വിജയിക്കുന്നവർ എന്ന് പറയുന്നത് സ്ഥാനമാനങ്ങൾ നേടുന്നവര്, അധികാര സ്ഥാനങ്ങളായിട്ടുള്ളവര്, അല്ലെങ്കിൽ ഔദ്യോഗിക രംഗത്തിനായിട്ടുള്ളവര്, ബിസിനസ് രംഗത്തിന് വളരെ ധനികരായിട്ടുള്ള ആളുകള്, ചിലർക്ക് വളരെ ചെറിയ സ്ഥാനത്ത് നിന്ന്
ഉയർന്ന ഉന്നതമായ നിലയിലെത്തി ജീവിച്ചപ്പോൾ അവരെ കുറിച്ചൊക്കെ നാം ചിന്തിക്കുന്നത് അല്ലെങ്കിൽ ലോകം വിലയിരുത്തുന്നത് അവരൊക്കെ വിജയിച്ച ആളുകളാണ്, സക്സസ്ഫുൾ പേഴ്സൺസ് എന്ന് പറഞ്ഞാൽ ഒരു അർത്ഥത്തിൽ ശരിയാണ് ഭൗതികമായി. എന്നാൽ ദൈവവചനം പറയുന്നത് അങ്ങനെയല്ല. പഴയ ദൈവത്തിലായാലും പുതിയ ദൈവത്തിലായാലും ജ്ഞാനമുള്ള ഹൃദയമുള്ളവർ ദൈവത്തെ പ്രസാദിപ്പിച്ച് ജീവിക്കണം. നാം കഴിഞ്ഞ ആഴ്ച കേട്ടുണ്ടായി ദൈവഹിതം നിർവഹിക്കുവാനായിട്ട് എല്ലായ്പ്പോഴും എല്ലാവർക്കും വേണ്ടി സ്തോത്രം ചെയ്യണമെന്നും സന്തോഷമുള്ളവരായി ജീവിക്കണം. എന്നാൽ ദൈവഹിതം മനസ്സിലാക്കി എങ്ങനെ ജ്ഞാനത്തോടെ ജീവിക്കാൻ കഴിയും എന്നതിന്റെ ഒരു ചെറിയ വിശദീകരണമാണ് ഇവിടെ നാം ഇവിടെ വായിക്കുന്നത്. അതിന് 17 വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു: കർത്താവിന്റെ ഇഷ്ടം ഇന്നതെന്ന് ഗ്രഹിച്ചു. അപ്പോൾ കർത്താവിന്റെ ഹിതം നാം മനസ്സിലാക്കി ജീവിക്കുവാനായിട്ട് നാം ആഗ്രഹിക്കും. ഞാൻ പലപ്പോഴും ഓർക്കാറുള്ള ഒരു കാര്യമാണ്, മോശമായ പൗലോസ് അഥവാ ശൗൽ മാനസാന്തരപ്പെട്ടപ്പോൾ 2 ചോദ്യങ്ങളാണ് താൻ കർത്താവിനോട് ചോദിച്ചത്. നീ ആരാകുന്നു കർത്താവ്? അത് കർത്താവിനെ കുറിച്ചുള്ളതായ കാഴ്ചപ്പാട് ലഭിക്കാൻ ഇതുപോലെ യഹൂദ മതത്തിൽ താൻ ജീവിച്ചുകൊണ്ടിരുന്നപ്പോൾ തനിക്കുണ്ടായിരുന്ന വീക്ഷണത്തിൽ നിന്ന് വ്യത്യസ്തനായ ഒരു വ്യക്തിത്വത്തെയാണല്ലോ യേശു കർത്താവിനെ കുറിച്ച് അവിടെ കാണുന്നത്. എന്നാൽ പ്രവാചകനെ പറഞ്ഞിട്ട് മശീഹ താനാണെന്നുള്ള കാര്യം, യേശുവാണ് ഞാൻ എന്നുള്ള കാര്യമൊക്കെ വെളിപ്പെടുത്തുന്നുണ്ട്. എന്നാൽ അടുത്ത ചോദ്യം കർത്താവിനോട് പൗലോസ് ചോദിച്ചത് ഇതാണ്: ഞാൻ എന്ത് ചെയ്യണം? നമ്മുടെ ഒക്കെ ഹൃദയത്തിൽ നിന്ന് ഉയർന്നു വരേണ്ട ചോദ്യമാണ്. ഒരു വ്യക്തി രക്ഷിക്കപ്പെടുമ്പോൾ സാധാരണഗതിയിൽ മനസ്സിലാക്കുന്നത് സ്വർഗത്തിൽ പോകും, രക്ഷഭദ്രമാണ്, ദൈവം ആ കാര്യങ്ങളൊക്കെ സാധിപ്പിക്കും, നമ്മുടേതായ കർത്താവിന്റെ രക്ഷയുടെ അടിസ്ഥാനത്തിൽ നമ്മളെ ദൈവം വീണ്ടെടുത്തു, ദൈവമക്കളാക്കി തീർത്തു, നാം സ്വർഗത്തിൽ ചെല്ലും. എന്നാൽ ഈ ലോക ജീവിതത്തിൽ നാം ജീവിക്കുമ്പോൾ നാം എന്ത് ചെയ്യണം എന്നുള്ളത് കർത്താവിനോട് നാം ചോദിക്കാറുണ്ട്. പലപ്പോഴും നമുക്ക് നമ്മുടേതായ യുക്തിയിലും നമ്മുടെ സാഹചര്യങ്ങൾക്കനുസരിച്ചും പല കാര്യങ്ങളും നാം ചെയ്ത് മുമ്പോട്ട് പോകുന്നതാണ്. അത് ഗുരുതരേഖത്തിലെ ചില കൃപാവലങ്ങൾ നൽകിയിട്ടുണ്ട് എന്നാണ്. ആ ദൈവമാണ് നൽകുന്നത്. ആ കൃപാവലങ്ങൾ വേണ്ട വിധത്തിൽ പ്രയോജനപ്പെടുത്തി ദൈവത്തെ മഹത്വപ്പെടുത്തി ജീവിക്കുവാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ തന്നെ കൃപാവികളെ കുറിച്ച് പലരും ഇവിടെ ക്ലാസ്സുകളെടുക്കുകയും പഠിക്കുകയും ചെയ്തിട്ടുണ്ട്. ഞാൻ ഒന്ന് സൂചിപ്പിച്ചു പോകട്ടെ. കൃപാവലം എന്ന് പറയുന്നത് പലതാണ്, പല വിധത്തിലുള്ളതാണ്. ഒരു ശരീരത്തിന്റെ അവയവത്തോട് ബന്ധപ്പെടുത്തിയാണ് അതൊക്കെ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു കൃപാവലം പലരും ധരിക്കുന്നത് ഈ സ്റ്റേജിൽ പ്രസംഗിക്കുന്നത് മാത്രമാണ് കൃപാവലം ചെയ്യുകയും ജ്വലിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് പ്രസംഗം നടത്തുക എന്നുള്ളതാണ്. നാം റോമാലേഖനത്തിലായാലും കൊരിന്ത്യർ ലേഖനത്തിലായാലും ഒക്കെ ലേഖനം പഠിക്കുകയായിരുന്നു. അവിടെയുമായി കാര്യങ്ങൾ വിശദീകരിക്കുകയുണ്ടായി. വിവിധമായ ശുശ്രൂഷകളാണ് ദൈവം ഉദ്ദേശിക്കുന്നത്. അപ്പൊ ദൈവത്തിന്റെ ഹിതം അനുസരിച്ച് ജീവിക്കണമെങ്കിൽ ദൈവം നൽകിയിട്ടുള്ള കൃപാവലം എന്നത് തിരിച്ചറിയണം. എന്നാൽ പൊതുവായ ചില കാര്യങ്ങളാണ് ഇവിടെ എഫെസ്യ ലേഖനത്തിൽ പറയുന്നത്. അവിടെ പറയുന്നത് വീഞ്ഞു കുടിച്ച് മന്ത്രാകരുത്, അതിനാൽ ദുർനടപ്പുണ്ടാകുന്നത്, ആത്മാവ് നിറഞ്ഞവരായി ജീവിക്കും. ഞാൻ ഈ വിഷയമാണ് ഊന്നി പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. ആത്മാവിന്റെ നിറവ് എന്ന് പറഞ്ഞാൽ ആത്മാവിന്റെ നിയന്ത്രണമാണ്. ആത്മാവിന്റെ നിയന്ത്രണത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ ദൈവഹിതമനുസരിച്ച് ജീവിക്കാനായിട്ട് കഴിയുള്ളൂ. പലപ്പോഴും നാം വിചാരിക്കുന്നത് ദൈവത്തിന്റെ ആത്മാവ് നമുക്ക് രക്ഷിക്കപ്പെട്ട സമയത്ത് ദൈവത്തിന്റെ ആത്മാവ് ലഭിച്ചു, ദൈവത്തിന്റെ ആത്മാവിനെ മുദ്രയിട്ടു, അഭിഷേകം നമുക്ക് ലഭിച്ചു. അതൊക്കെ ശരിയാണ്. എന്നാൽ അനുദിന ജീവിതത്തിൽ ദൈവാത്മാവിന്റെ നിയന്ത്രണത്തിൽ ജീവിക്കുന്നു എന്ന് പറഞ്ഞാൽ ദൈവഹിത പ്രകാരമുള്ള ജീവിത ശൈലി തുടരുന്നു എന്നാണ് അർത്ഥം. ഭൗതികമായ ഇന്നകാലത്ത് സമൃദ്ധിയുടെ സുവിശേഷമൊക്കെ പ്രോസ്പെരിറ്റി ഗോസ്പൽ എന്ന് പറയുന്ന ആ സംവിധാനത്തിന്റെ പല വിഭാഗങ്ങൾ നമ്മുടെ ഇന്ന് ക്രൈസ്തവ മണ്ഡലത്തിൽ കാണുന്നുണ്ട്. അവരൊക്കെ പഠിപ്പിക്കുന്നത് ദൈവം അനുഗ്രഹിച്ചാൽ 4 തലമുറയെ കാണും, ദൈവം അനുഗ്രഹിച്ചാൽ സമ്പത്തുണ്ടാകും, ദൈവം അനുഗ്രഹിച്ചാൽ ജോലി ലഭിക്കും, പുതിയതായ ജോലി ലഭിക്കും, ദൈവം അനുഗ്രഹിച്ചാൽ ഈ ഭൂമിയിൽ പല പല കാര്യങ്ങൾ നേടിയെടുക്കാൻ കഴിയും. വേദപുസ്തകത്തിൽ പുതിയ നിയമത്തിൽ നാം വായിച്ചാൽ അങ്ങനെയല്ല. ദൈവാനുഗ്രഹം ലഭിക്കുക അല്ലെങ്കിൽ ദൈവാത്മാവിന്റെ നിറവ് ലഭിക്കുക എന്ന് പറഞ്ഞാൽ ദൈവം ഒരു വ്യക്തിയെ കുറിച്ച് ഉദ്ദേശിക്കുന്ന ജീവിത ശൈലിയിലേക്ക് ആ വ്യക്തി ആയിത്തീർന്ന് ദൈവത്തെ ബന്ധപ്പെടുത്തുക എന്നുള്ളതാണ്. നാം സ്വന്തമായി തിരഞ്ഞെടുക്കുന്ന ജീവിത ശൈലിയോ ശുശ്രൂഷാ രംഗങ്ങളോ അല്ല. ദൈവം ഒരു വ്യക്തിക്ക് നൽകിയത് എന്താണ് അത് ആ വ്യക്തി മാത്രം പറഞ്ഞാൽ പോലെ ദൈവസഭയും സേവന നേതൃത്വവും തിരിച്ചറിയാനായിട്ട് കഴിയും.
അങ്ങനെയാണ് വേദപുസ്തക പ്രമാണം നാം കാണുന്നത്. അതുകൊണ്ട് ആത്മാവ് നിറഞ്ഞവരായിട്ട് വേണം താൻ കാണിച്ചത്. ഇവിടെ വായിക്കുന്നത് കഴിഞ്ഞ ആഴ്ച നാം കേട്ട അതേ വാക്കുകൾ ഇവിടെ വരുന്നുണ്ട്. ഈ 20-ാം വാക്യത്തിൽ യേശു നാമത്തിൽ ദൈവപിതാവ് എല്ലായ്പ്പോഴും എല്ലാറ്റിനും വേണ്ടിയും സ്തോത്രം ചെയ്യും. കഴിഞ്ഞ ആഴ്ച നാം അത് വിശദമായി കേട്ടതാണ്. അതുകൊണ്ട് അതിന്റെ വിശദീകരണം ഞാൻ പോകുന്നില്ല. ഇവിടെ പറയുന്നത് അങ്ങനെ ദൈവാത്മാവ് നിറഞ്ഞ് ജീവിക്കുന്ന വ്യക്തിയുടെ ജീവിത ശൈലിയിൽ ഒന്നാമത് കാണുന്നത് സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും ഹൃദയത്തിൽ കർത്താവിനെ പാടും. ഇന്ന് സംഗീത ലോകം എന്ന് പറയുന്നത് വളരെ മാസ്മരികമായ ലോകമാണ്. ഓർമ്മയുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. ക്രൈസ്തവ മണ്ഡലത്തിൽ ആ പ്രകടനങ്ങളും ആസ്വാദനങ്ങളും കൂടി വന്നിട്ടുണ്ട്. എന്നാൽ ദൈവവചനം പറയുന്നത് ആത്മാവ് നിറഞ്ഞവരായ ദൈവത്തെ പാടി സ്തുതിക്കാൻ ഹൃദയത്തിൽ കർത്താവിനെ പാടി സ്തുതിക്കുക. മാത്രമല്ല സ്തോത്രം ചെയ്യുവാനായിട്ടുള്ള ഹൃദയത്തിൽ കൃതജ്ഞത അർപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ നന്ദി പറഞ്ഞുകൊണ്ട് പാടുവാനായിട്ട് കഴിവുണ്ടായിത്തീരുന്ന എന്നാൽ മാത്രമേ വായിക്കുന്നത് എല്ലായ്പ്പോഴും എല്ലാവർക്കും വേണ്ടി സ്തോത്രം ചെയ്ത് ജീവിക്കാനായിട്ട് ലേഖനത്തിലേക്ക് നമുക്ക് പെട്ടെന്ന് വരാൻ സമയം വളരെ പരിമിതമാണല്ലോ. 3-ാം അധ്യായത്തിലേക്ക് നമുക്ക് വരാം. നാം വായിച്ച വേദഭാഗത്ത് 15-ാം വാക്യത്തിലാണ് നിങ്ങൾ വായിക്കുന്നത്. അവസാന ഭാഗം നന്ദിയുള്ളവരായും ജപിക്കും, സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയഗീതങ്ങളാലും തമ്മിൽ പഠിപ്പിച്ച് ബുദ്ധി ഉപദേശിച്ചു നന്ദിയോടെ നിങ്ങളുടെ ഹൃദയങ്ങളിൽ ദൈവത്തിന് പാടി. ഇങ്ങനെ ക്രിസ്തുവിന്റെ വചനം ഐശ്വര്യമായി സകല ജ്ഞാനത്തോടുകൂടെ നിങ്ങളെ വസിക്കണം. ഇവിടെ വായിക്കുന്ന ഭാഗം ഏകദേശം അതേ കാര്യം തന്നെയാണ്. ദൈവാത്മാവിന് നിറവ് പ്രാപിച്ച വ്യക്തിക്ക് ഹൃദയത്തിൽ നന്ദിയോടുകൂടി ദൈവത്തെ പാടി സ്തുതിക്കാൻ കഴിയും. ഇവിടെ പറയുന്നത് നമ്മുടെ മലയാളത്തിൽ തർജ്ജമ അല്പം വാക്കിന്റെ ഘടനയിൽ അല്പം വ്യത്യാസമുണ്ട്. മറ്റു ചില തർജ്ജമകളിൽ ഇംഗ്ലീഷിലൊക്കെ നോക്കിയാൽ ആ വാചകത്തിന് ഘടനയിൽ അല്പം വ്യത്യാസമുണ്ട്. ഞാൻ ഓശാന ബൈബിൾ, അതായത് മലയാളത്തിൽ ഒരു പ്രസിദ്ധമായിട്ടുള്ള ഒരു തർജ്ജമയാണല്ലോ, അതില് ഈ 3-ാം അധ്യായത്തിൽ 16-ാം വാക്യം ഒന്ന് വായിച്ചു കേൾപ്പിക്കാം. ക്രിസ്തുവിന്റെ വചനം നിങ്ങളിൽ സമൃദ്ധമായി വസിക്കട്ടെ, വിജ്ഞാനത്തോടുകൂടി നിങ്ങൾ പഠിപ്പിക്കുകയും തിരുത്തുകയും ചെയ്യുക, കൃതജ്ഞതാനിർഭരമായ ഹൃദയത്തോടെ നിങ്ങൾ ദൈവത്തിന് സങ്കീർത്തനങ്ങളും ഗീതങ്ങളും ആത്മീയ ഗീതങ്ങളും ആരംഭിക്കും. ഈ ആശയം തന്നെയാണ്. എന്നാൽ നമ്മുടെ വാചകത്തിന്റെ ഘടന കൊണ്ട് അല്പം വ്യത്യാസമുണ്ട് എന്നോട് ഞാൻ വായിച്ചത്. എന്ന് പറഞ്ഞാൽ ഇവിടെ രണ്ടാമതായിട്ട് പൗലോസ് പറയുന്ന കാര്യം, ദൈവത്തിന്റെ വചനം ഐശ്വര്യമായി നമ്മുടെ ഹൃദയത്തിൽ വസിച്ചാൽ മാത്രമേ ദൈവത്തിന്റെ മഹത്വ കലയിൽ കൂടി ജീവിക്കാനായിട്ട് നമുക്ക് കഴിയും. ഒന്ന് എഫെസ്യർ പറയുണ്ടായി, ആത്മാവ് നിറഞ്ഞവരായ അല്ലെങ്കിൽ ആത്മാവിന്റെ നിർവഹണത്തിൽ ജീവിക്കുന്ന ഒരു ജീവിത ശൈലിയുള്ള വ്യക്തിക്ക് മാത്രമേ ദൈവത്തിന്റെ പ്രയോജനകരമായ എല്ലായ്പ്പോഴും എല്ലാവർക്കും വേണ്ടി സ്തോത്രം ചെയ്ത് ജീവിക്കാനും ദൈവിക ഉദ്ദേശം അനുസരിച്ച് ജീവിക്കാനും കഴിയുകയുള്ളൂ. ഇവിടെ പറയുന്നത് ദൈവത്തിന്റെ വചനം ഐശ്വര്യമായി സകല ജ്ഞാനത്തോടും കൂടെ വസിക്കണം. അങ്ങനെയുള്ളവർ വേണം എന്ത് ചെയ്യണം? ഇവിടെ വായിക്കുന്നത് തമ്മിൽ പഠിപ്പിച്ചു ബുദ്ധി ഉപദേശിക്കും. അപ്പോൾ ദൈവവചനം പഠിപ്പിക്കണമെങ്കിൽ, ഉപദേശിക്കണമെങ്കിൽ ദൈവവചനം ജ്ഞാനത്തോടുകൂടെ ഉള്ളിൽ വസിക്കണം. പരിശുദ്ധാത്മാവിന്റെ നിറവും ദൈവവചനത്തിൻ്റെതായ പരിജ്ഞാനവും ഒരുമിച്ച് ചേർത്താൽ മാത്രമേ ഫലകരമായ ശുശ്രൂഷ ചെയ്യുവാനും ശരിയായ രീതിയിൽ ആത്മീയ ജീവിതം നയിക്കാനും വ്യക്തി കഴിയുകയുള്ളൂ. വളരെ ദുഃഖകരമാണ് നമ്മുടെ കൂടിവരവുകളൊക്കെ ഇട ദിവസങ്ങളുള്ളത്. ഇന്ന് നമ്മുടെ സ്വഭാവം തിരിഞ്ഞു നിറഞ്ഞ ആളുകളുണ്ട്. എന്നാൽ ചൊവ്വാഴ്ച ദിവസം പ്രാർത്ഥനായ കിടപ്പിലാനായിട്ട് വളരെ പരിമിതമായ ആളുകൾ, അല്പം കൂടി ആളുകൾ വ്യാഴാഴ്ചകൾ ബൈബിൾ ക്ലാസ് കിടപ്പിടും. വളരെ കുറച്ച് ആളുകളെ ഞാൻ 35-50 പേര് അതിന്റെ എത്രയോ ഇരട്ടിയാണ് ഇപ്പൊ ഇവിടെ ഉത്സാഹിച്ചാൽ കടന്നു വരാനായിട്ട് സാധിക്കും. എന്നാൽ അത് ശ്രമിക്കുന്നില്ല. സ്വന്തമായി വേറെ പഠിക്കാൻ കഴിവുള്ള ഒരാൾക്ക് അതിലല്പം ആശ്വസിക്കാൻ കഴിവുണ്ട്. എന്നാൽ പലരും അങ്ങനെ സ്വന്തമായി വേറെ വായിക്കുന്നവര്, ധ്യാനിക്കുന്നവര്, പഠിക്കുന്നവരല്ല എന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ ഇത് പറയാൻ കാരണം ഈ അടുത്ത ദിവസം ഞാൻ ഒരു സഹോദരനുമായിട്ട് സംസാരിക്കുകയുണ്ടായി. ആ സഹോദരൻ അല്പസംഘം ഒക്കെ സംസാരിക്കുന്ന വ്യക്തിയാണ്, കൈകാര്യങ്ങൾ ചെയ്യുന്നത്. എന്നാൽ വേദപുസ്തകത്തെ ചില കാര്യങ്ങൾ അതുമായി സംസാരിച്ചപ്പോൾ അങ്ങനെ ഉണ്ടോ, ഏകദേശം ഉണ്ട് എന്ന നിലയിൽ ഒരു
പരിമിതമായ രീതിയിലാണ് ആ കാര്യത്തെ കുറിച്ച് സംസാരിക്കുന്നത്. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയത് സകല ജ്ഞാനത്തോടും കൂടെ ദൈവവചനം മനസ്സിലാക്കാനായിട്ട് പലർക്കും കഴിയുന്നില്ല. അതുകൊണ്ടാണ് ഫലകരമായ ക്രിസ്തീയ ജീവിതം നയിക്കാൻ ശുശ്രൂഷകൾ ചെയ്യുവാൻ കഴിയാതെ പോകുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇവിടെ നമുക്കറിയാം, ഞാൻ സമയത്തിന്റെ പരിധി കൊണ്ട് ഒന്ന് രണ്ടോ കാര്യങ്ങൾ പെട്ടെന്ന് പറഞ്ഞ് മുമ്പോട്ട് പോകട്ടെ. അപ്പോസ്തലന്മാര് മത്തായി സുവിശേഷം 28-ാം അധ്യായത്തിന്റെ അവസാന ഭാഗത്ത് വരുമ്പോൾ ഉയർത്തെഴുന്നേറ്റ കർത്താവ് സ്വർഗ്ഗാരോഹണം ചെയ്തതിനു മുമ്പ് ശിഷ്യന്മാർക്ക് ഒരു ദൗത്യം ഏൽപ്പിച്ചു. അത് മഹാനിയോഗം, ഗ്രേറ്റ് കമാൻഡ്മെന്റ് എന്നൊക്കെ പറഞ്ഞ് നാം കേട്ടിട്ടുണ്ട്. എന്നാൽ ലൂക്കോസിന്റെ സുവിശേഷത്തിലും ലൂക്കോസിന്റെ അപ്പോസ്തല പ്രവർത്തനങ്ങളിലും ഒരു പ്രത്യേക വാക്ക് കൂടെ ചേർത്ത് ആ കാര്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങളുടെ ചിന്തയിലേക്ക് കൊണ്ടുവരാം. ലൂക്കോസിന്റെ സുവിശേഷം 24-ാം അധ്യായം. ലൂക്കോസിന്റെ സുവിശേഷം 24-ാം അധ്യായത്തിലെ 48-49 വാക്യം. ഇതിന് നിങ്ങൾ സാക്ഷികളാകുന്നു. എന്റെ പിതാവ് വാഗ്ദത്തം ചെയ്തതിനെ ഞാൻ നിങ്ങളുടെ മേൽ അയക്കും. നിങ്ങളോ ഉയരത്തിൽ നിന്ന് ശക്തി ധരിക്കുവോളം നഗരത്തിൽ പാർപ്പിൻ എന്നും അവരോട് പറഞ്ഞു. അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായത്തിലെ ഇതേ കാര്യം തന്നെ അവിടെ കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞതായിട്ട് സ്വർഗ്ഗാരോഹണത്തിന് മുമ്പ് പറഞ്ഞതായിട്ട് കാണാം. 1-ാം അധ്യായത്തിന്റെ 8-ാം വാക്യം. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദയിലെല്ലായിടത്തും ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോളവും എന്റെ സാക്ഷികൾ ആകുമെന്ന് പറഞ്ഞു. ഈ രണ്ട് മേൽഭാഗങ്ങൾ ലൂക്കോസാണ് കാര്യങ്ങൾ പറയുന്നത്. ഇവിടെ ലൂക്കോസിന്റെ സുവിശേഷത്തിൽ നാം വായിക്കുന്നത് നിങ്ങൾക്കൊരു ദൗത്യം തന്നു, എന്നാൽ ഈ ദൗത്യം ലഭിച്ച വഴിക്ക് നിങ്ങൾ ചാടിക്കേറി ഈ പ്രവർത്തനത്തിനായിട്ട് ലോകം മുഴുവൻ പോകാനല്ല യേശു കർത്താവ് പറഞ്ഞത്. നിങ്ങൾ കാത്തിരിക്കണം. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ ശക്തിയിൽ മാത്രമേ നിങ്ങൾ ഈ ശുശ്രൂഷ ചെയ്യാവൂ. അപ്പോസ്തല പ്രവൃത്തിയുടെ ഇതേ കാര്യം തന്നെ പറയുന്നുണ്ട്. അപ്പോസ്തല പ്രവൃത്തികളില് അവിടെ ശിഷ്യന്മാർ ചോദിക്കുന്നുണ്ട്, നീ രാജ്യം സ്ഥാപിക്കുന്നത് എപ്പോഴാണ് എന്നൊക്കെ കർത്താവിനോട് ചോദിക്കുന്നത്. കർത്താവിന്റെ മരണത്തിന് ധാന്യം കഴിഞ്ഞല്ലോ, ഇത് രാജ്യം സ്ഥാപിച്ചുകൂടെ എന്ന് ചോദിച്ചപ്പോഴേ അതൊക്കെ പിതാവിന്റെ സമയപരിധി നേതൃത്വത്തിലുള്ള കാര്യമാണ്. അത് നിങ്ങൾ അന്വേഷിക്കേണ്ട. നിങ്ങളോട് പറഞ്ഞ കാര്യം നിങ്ങൾ എന്റെ സാക്ഷികളാകണം. എന്നാൽ സാക്ഷികളാകാൻ പോകുന്നതിന് മുൻപ് നിങ്ങളൊരു കാര്യം ഉറപ്പാക്കണം, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുന്നു. ആ ശക്തിയിൽ വേണം നിങ്ങൾ ശുശ്രൂഷകൾ ചെയ്യുക. വായിക്കട്ടായി പരിശുദ്ധാത്മാവിന്റെ നിറവിൽ വേണം പാട്ടുകൾ പാടുവാനും ദൈവകാര്യങ്ങൾ കൈകാര്യം ചെയ്യുവാനും പ്രവർത്തിപ്പാനും ഒക്കെ തന്നെ. അതേ കാര്യം തന്നെയാണ് അപ്പോസ്തലന്മാരോട് പറയുന്നത്. അപ്പോസ്തലന്മാർ എന്ന് പറഞ്ഞാൽ സഭയുടെ ആദ്യകാല നേതാക്കന്മാരാണല്ലോ. അവരോട് യേശു കർത്താവ് നേരിട്ട് പറയുകയാണ്, നിങ്ങൾ തിരക്കിട്ട് പോകരുത്, ദൗത്യം നിങ്ങളെ ഏൽപ്പിച്ചിട്ടും ശരിയാണ്, നിങ്ങൾ യേശുവിൽ താമസിക്കണം. പരിശുദ്ധാത്മാവ് ഈ ഭൂമിയിലേക്ക് വരും, വന്ന് നിങ്ങളെ നേരെ ആവസിക്കുമ്പോൾ ആ ശക്തിയിൽ വേണം നിങ്ങൾ ആത്മീയ ശുശ്രൂഷയുമായി സുവിശേഷത്തിന് സാക്ഷികളാകാൻ, ഏറ്റവും ഉയർത്തെഴുന്നേൽപ്പിന് സാക്ഷികളാകാൻ. അപ്പോൾ നമുക്കറിയാം, പുസ്തകത്തിൽ 2-ാം അധ്യായത്തിൽ പൗലോസ് വളരെ ഭീരുവായ മറ്റുള്ളവരെ അഭിമുഖീകരിക്കാൻ ഭയന്നിരുന്ന മനുഷ്യൻ പരിശുദ്ധാത്മാ ശക്തി ലഭിച്ചപ്പോൾ ചെയ്ത പ്രസംഗം വളരെ ശക്തമായ രീതിയിൽ അന്നത്തെ യഹൂദ നേതാക്കന്മാരെ കുറിച്ച് നോക്കി പറഞ്ഞു, നിങ്ങൾ ക്രൂശിച്ച യേശുവിന്റെ ദൈവം ക്രിസ്തുവും കർത്താവുമായി വിളിച്ചു. എന്തുകൊണ്ടാണ് ആ വ്യത്യാസം വന്നത്? നമുക്ക് ലഭിക്കുന്ന പാണ്ഡിത്യമോ വിദ്യാഭ്യാസമോ, ഞാൻ കടത്തി പറയട്ടെ, തിയോളജിക്കൽ ഡിഗ്രിയോ ഡോക്ടറേറ്റോ ഒന്നുമില്ല. മറിച്ച് ദൈവാത്മാവിന്റെ ശക്തി നമ്മിൽ വ്യാപരിക്കാത്ത കാലത്തോളം, ദൈവകൃപ നമ്മിൽ വ്യാപരിക്കാത്ത കാലത്തോളം, പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണത്തിൽ നാം ജീവിക്കാത്ത കാലത്തോളം പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുകയില്ല, ദൈവനാമപ്പെടുകയില്ല. ദൈവത്തിന്റെ പ്രമാണം അങ്ങനെയാണ്. ദൈവം പഠിക്കുന്നത് തെറ്റതാണെന്നല്ല ഞാൻ പറഞ്ഞർത്ഥം. ദൈവം പഠിക്കുന്നത് കൊണ്ടാണ് ദൈവന്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഒരു യുദ്ധത്തിൽ ഒരുക്കപ്പെടുന്നതെങ്കിൽ അവര് ദൈവം കൃപാവനം നൽകിയിട്ടുണ്ടോ എന്നുള്ളത് ഉറപ്പാക്കേണ്ടത് ആദ്യത്തെ നടപടിയാണ്. ഇവിടെ നാം വായിക്കുന്ന അപ്പോസ്തലന്മാരെ ദൈവം തിരഞ്ഞെടുത്തവരാണ്. ദൈവം തെരഞ്ഞെടുക്കുമ്പോൾ തനിക്ക് ബോധിച്ചവരെ എടുത്തു വിളിച്ചു എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ തനിക്ക് യോഗ്യരാണെന്ന് സുവിശേഷ പ്രവർത്തനത്തിന് അനുയോജ്യരാണെന്ന് ബോധ്യപ്പെട്ടവരാണ് കർത്താവ് തിരഞ്ഞെടുത്തവരെ. അപ്പൊ കർത്താവിന്റെ തെരഞ്ഞെടുപ്പിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഈ അധികാരം നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട്, നിങ്ങൾ പോയി ലോകത്തെങ്ങാനും സുവിശേഷം അറിയിക്കണം. പക്ഷേ പരിശുദ്ധാത്മാവിന്റെ ശക്തിയിൽ വേണം
ഈ ശുശ്രൂഷയിൽ. അപ്പോസ്തല പ്രവൃത്തികളിൽ പറഞ്ഞ അതേ കാര്യം തന്നെയാണ് കൊലോസ് ലേഖനത്തില് പൗലോസ് പറയുന്നത്. എഫെസ്യ ലേഖനത്തിൽ തന്നെ പറയുന്നത്. രണ്ട് കാര്യമാണ് ഞാൻ ഊന്നി പറയാനുണ്ടാക്കിയത്. ഒന്ന്, പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണവും നിറവും അനുഭവിക്കുന്ന വിശ്വാസികൾക്ക് മാത്രമേ എല്ലായ്പ്പോഴും എല്ലാത്തിനും വേണ്ടി സ്തോത്രം ചെയ്ത് ജീവിക്കാൻ കഴിയൂ. രണ്ട്, ദൈവവചനം ഐശ്വര്യമായ ഹൃദയങ്ങളിൽ വസിക്കുകയും അത് ദൈവം നമ്മെ നിയന്ത്രിക്കുകയും ചെയ്യുമ്പോൾ മാത്രമേ ദൈവവചനം പഠിപ്പിക്കുവാനും ഉപദേശിക്കുവാനും അതിനെ തിരുത്തുവാനും മറ്റുള്ളവരെ തിരുത്തുവാനുള്ളതായ യോഗ്യത ഉള്ളത്. പലപ്പോഴും നമുക്ക് പറ്റുന്ന അബദ്ധം വേദപുസ്തകം ഏതെങ്കിലും ഒരു വാക്യം എടുത്തുകൊണ്ട് അതിന്മേൽ വലിയ ഉപദേശങ്ങൾ സ്ഥാപിക്കുകയാണ്. യഥാർത്ഥ മാതൃക ശ്രദ്ധിക്കണം. മത്തായി സുവിശേഷം 4-ാം അധ്യായത്തേക്ക് നമുക്ക് എടുത്തുവിടാം. പെട്ടെന്ന് ഞാൻ ആ ഭാഗം ഇവിടെ വിശദമായിട്ട് മുൻപ് ഞാൻ ഒരു കാര്യം പറഞ്ഞിട്ടുള്ളതാണ്. മത്തായി സുവിശേഷം 4-ാം അധ്യായത്തിന്റെ 7-ാം വാക്യം. യേശുവോട് നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത് എന്നും കൂടെ എഴുതിയിരിക്കുന്നു എന്ന് പറഞ്ഞു. ഇവിടെ ഇതിന്റെ പശ്ചാത്തലം നമുക്കറിയാം. യേശു കർത്താവിന്റെ സ്നാനത്തിന് ശേഷം സ്നാനത്തിന് ശേഷം മരുഭൂമി പിശാചാൻ പരീക്ഷിക്കപ്പെടുവാനായിട്ട് പോയി. പിശാചുമായിട്ടുള്ള സംവാദത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് പിശാച് ദൈവവചനം ഉദ്ധരിച്ചുകൊണ്ടാണ് കർത്താവിനെ നേരിട്ടത്. അപ്പോൾ ഒരു വാക്യം ഉദ്ധരിച്ചുകൊണ്ട് ഒരു ആശയം കർത്താവിനെ അടിച്ചേൽപ്പിക്കാൻ പിശാച് ശ്രമിച്ചപ്പോഴേ അതിന് മറുപടിയായിട്ട് കർത്താവ് പറഞ്ഞ വാചകമാണ്. അവിടെ ശ്രദ്ധിക്കുക, നിന്റെ യേശുവിനോട് ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത് എന്നും കൂടെ എഴുതിയിരിക്കുന്നു. ഇത് പറഞ്ഞാൽ ഒരു വാചകം എടുത്തുകൊണ്ട് ഒരു ഉപദേശം സ്ഥാപിക്കാനോ ഒരു ആത്മീയ കാര്യം ഉറപ്പിക്കാനോ അല്ല കർത്താവ് ഉറപ്പിച്ചത്. എന്നും കൂടെ എഴുതിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ദൈവവചനത്തിൽ അതിനോടനുബന്ധിച്ച് എഴുതപ്പെട്ട മറ്റ് ഭാഗങ്ങളോട് ചേർത്ത് ചിന്തിച്ചിട്ട് വേണം ഒരു കാര്യം നാം സ്ഥാപിക്കാൻ. ഒരു വാക്യത്തിന്റെ അംശം എടുത്തുകൊണ്ട് വലിയ പുസ്തകങ്ങൾ നടത്തുന്ന ആളുകളെ ഈ വേദിയിൽ തന്നെ ഞാൻ കണ്ടു. എന്നാൽ ഞാൻ പറയട്ടെ, ദൈവസന്നിധിയിൽ നാം താഴ്ന്നു നിന്ന് ദൈവവചനം വായിക്കുകയും പഠിക്കുകയും ചെയ്യുകയും മുൻവെക്കൊന്നും കൂടാതെ ദൈവത്തിന്റെ ആത്മാവ് നമ്മോട് എന്ത് സംസാരിക്കുന്നു അത് അതുപോലെ ഉൾക്കൊള്ളുവാനും കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ ആത്മീയ ശുശ്രൂഷകള് ഫലപ്രദമായിട്ടിരിക്കും. രണ്ട് കാര്യങ്ങളാണ് ഞാൻ പറയാനായിട്ട് ആഗ്രഹിച്ചത്. ഒന്ന്, ദൈവാത്മാവിന്റെ നിറവിൽ ജീവിക്കുന്നത് ക്രിസ്തീയ ജീവിതമാണ് സഫലമായ ശുശ്രൂഷകൾക്ക് ഫലപ്രദമായ ജീവിതശൈലി. രണ്ട്, ക്രിസ്തുവിന്റെ വചനം ഐശ്വര്യമായി വസിക്കുകയും നമ്മെ ക്രിയ ചെയ്യുമ്പോൾ മാത്രമേ വചനം പഠിപ്പിക്കുവാനും മറ്റുള്ളവരെ ഗുണദോഷിക്കുവാനും തിരുത്തുവാനും ഒക്കെ അവിടെ ആ വാക്ക് മറ്റുള്ളവരെ തിരുത്തുവാനും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഉപദേശിക്കാനൊക്കെ ഉള്ള അവകാശം. അല്ലാതെ ഞാൻ ചില വാക്യങ്ങൾ വായിച്ചു എനിക്ക് വലിയ പ്രയോജനം കിട്ടി എന്ന് പറഞ്ഞ വലിയ പുസ്തകം നടത്തുകയല്ല. കർത്താവ് പറഞ്ഞ മാർഗം ഉപയോഗിക്കുക, എന്നും കൂടെ എഴുതി എന്ന് പറഞ്ഞാൽ ദൈവവചനത്തിന് മൊത്തമായ സത്യം ഉൾക്കൊണ്ടുകൊണ്ട് വേണം നാം ദൈവവചന ശ്രമിക്കണം. ഇല്ലെങ്കിൽ ചില ഉപദേശങ്ങൾ മുൻകാലത്ത് ക്രൈസ്തവ മണ്ഡലത്തിൽ കടന്നു വന്നിട്ടുണ്ട്. ഇന്ന് ക്രൈസ്തവരെന്ന് അഭിമാനിക്കുന്ന വലിയ സമൂഹമൊക്കെ ഇപ്പൊ നമുക്കറിയാം, റോമിൽ വലിയ സർവമത സമ്മേളനം നടക്കുകയാണ്. അതിന് തലയാഴ്ച മാർത്തോമാ സഭയിലെ നേതാക്കന്മാർ പോയി മാർപ്പാപ്പയെ കണ്ടു. ചരിത്രം വായിച്ചു നോക്കിയാൽ കേരളത്തിലാണ് മാർത്തോമാ സഭ രൂപം കൊണ്ടത്. ആ ചരിത്രം വായിച്ചു നോക്കി അറിയാം, വിദേശ ആധിപത്യത്തിനെതിരായിട്ട് നിലകൊള്ളുവാൻ വേണ്ടിയാണ് മാർത്തോമാ സഭയിലുള്ളതായ വ്യക്തികൾ വേർതിരിഞ്ഞ് മാർത്തോമാ സഭയുണ്ടായി. മാർത്തോമാ സഭയിൽ വളരെ പ്രസിദ്ധരായ വേദ പഠിതാക്കളും കവികളും ഉണ്ടായിരുന്നു. ആ പാടുന്ന ഈ പാട്ടൊക്കെ അങ്ങനെ TV തൊണ്ണീസൊക്കെ അതുപോലെ മറ്റു ഒക്കെ മാർത്തോമാ സഭയിലെ പ്രദേശമായിരുന്നു. അവർ അന്ന് ആത്മാ നിലവിൽ എഴുതിയ ആ പാട്ടുകൾ ഇന്നും ആ പാടി ദൈവസ്ഥിതി. എന്നാൽ ഇന്ന് വന്നിട്ട് വ്യതിയാനാണ്. ദൈവത്തിൻ്റെതായ സത്യങ്ങളിൽ വ്യതിരിച്ചുകൊണ്ട് എല്ലാം ഒന്നാണ് എന്ന് പറഞ്ഞുകൊണ്ട് പോകുന്നതായ പ്രവണത ഇത് ലോകം മുമ്പാകെ. കഴിഞ്ഞ ദിവസം പത്രത്തിൻ്റെ ഒരു വാർത്തയുണ്ടായിരുന്നു. ഇതൊക്കെ ശ്രദ്ധിച്ചു കാണുന്ന വിചാരിക്കുന്നു. അയ്യപ്പന്മാര് ഒരു ദേശവിളക്ക് വരുന്ന സമയത്ത് ക്രൈസ്തവ പുരോഹിതന്മാർ മുസ്ലിം ആളുകളും ചേർന്ന് അവരെ സൽക്കരിച്ച് അവർക്ക് സദ്യ ഒരുക്കി കൊടുത്ത് അല്ലെങ്കിൽ അവരെ ചെയ്യും. എന്നിട്ട് പത്രത്തിൽ എഴുതിയിരിക്കുന്ന കേരളത്തിൽ ഇതാണ് അവസ്ഥ, എല്ലാവരെയും ബഹുമാനിക്കുന്നു, എല്ലാവരെയും എഴുതിയിരിക്കുന്നു, എല്ലാവരും ഒന്നാണ് എന്ന് പറയും. എന്തുകൊണ്ടാണ് അങ്ങനെയുള്ള വലിയ അടികളിക്കുന്നത്? ഇന്ന് നമ്മുടെ മധ്യത്തിലും ചിലർക്ക് നമ്മുടെ സഭയുടെ കാര്യമല്ല, ക്രൈസ്തവ വിശ്വാസികൾ എന്ന് പറയുന്ന വേർപെട്ട ദൈവജനം എന്ന് പറയുന്നവരുടെയും ഈ നിലയിലുള്ള വ്യതിയാനങ്ങൾ വരുന്നതിന്റെ പ്രധാന കാരണം
ദൈവവചനം വേണ്ടത്ര പഠിക്കുന്നില്ല, ദൈവിക സത്യം ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല, ദൈവവചനം ഐശ്വര്യമായി വസിക്കാൻ കഴിയുന്നില്ല, അതനുസരിച്ച് ദൈവാത്മാവിന്റെ നിയന്ത്രണത്തിൽ ജീവിക്കാൻ കഴിയാതെ പോയാൽ നമ്മുടെ ജീവിതം നഷ്ടമായിരിക്കും. ദൈവം നമ്മെ ഉദ്ദേശിച്ചതായ ആ ദൗത്യം പൂർത്തീകരിക്കുവാനായിട്ട് കഴിയാതെ പോകും. അതുകൊണ്ട് ഈ ദൈവങ്ങൾക്ക് നമുക്ക് എല്ലാവർക്കും ഒരുപോലെ ആ കാര്യത്തെ ഉറപ്പാക്കാം. ഞാൻ ദൈവാത്മാവിന്റെ നിയന്ത്രണത്തിൽ ദൈവാത്മാവ് നിറവിൽ ജീവിക്കുന്ന വ്യക്തിയാണ്. ദൈവവചനം എന്റെ ഹൃദയത്തിൽ ഐശ്വര്യമായി വസിക്കുന്നുണ്ടോ? അങ്ങനെയാണെങ്കിലാണ് സുവിശേഷത്തിന് സാക്ഷ്യം വഹിക്കാനായാലും ദൈവത്തെ പഠിപ്പിക്കാനായാലും മറ്റുള്ളവരെ തിരുത്താനായാലും ആത്മീക നേതൃത്വം കൊടുക്കുവാനായാലും നമുക്ക് കഴിയും. അല്ലാതെ ദൈവാത്മാവിന്റെ നിയന്ത്രണത്തിൽ ദൈവാത്മാവിൽ ജീവിക്കാത്ത വ്യക്തിക്ക്, ദൈവവചനം ഐശ്വര്യമായി ഹൃദയത്തിൽ വസിക്കാത്ത വ്യക്തിക്ക് ആത്മീക ശുശ്രൂഷ ചെയ്യാൻ കഴിയില്ല. മാത്രമല്ല, അവനെ കുറിച്ചുള്ള ആ വ്യക്തിയെ കുറിച്ചുള്ള ദൈവിക ഉദ്ദേശം സഫലമാകാതെ പോവുകയും ദൈവമുമ്പാകെ അവർ പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ടായിരിക്കാം, പക്ഷെ ദൈവമുമ്പാകെ വിശ്വസ്തരല്ലാത്ത ഒരു അവസ്ഥാവിശേഷമായി ജീവിച്ചു. അതിനായിട്ട് ദൈവം നമ്മെ സഹായിക്കേണ്ട. ദൈവത്തിന് മുമ്പാകെ താഴ്ന്ന സമാധാനത്തോടുകൂടെ മുൻവിധി കൂടാതെ ദൈവത്തെ പഠിക്കുകയും ദൈവാത്മാവിന്റെ നിയന്ത്രണത്തിന് വേണ്ടി, നിറവിന് വേണ്ടി കാത്തിരിക്കുകയും അതിനുവേണ്ടി ശ്രമിക്കുകയും ചെയ്തുകൊണ്ട് നമ്മുടെ ജീവിതങ്ങൾ സാർത്ഥകമായി തീരുവാൻ, ഫലകരമായി തീരുവാൻ ദൈവത്തിനാത്മാവ് നമ്മെ സഹായിക്കുന്നതാണ്.